അനുഗ്രഹസമ്പന്നനായ ദൈവം ഒരു ദിവസം കൂടി ദാനമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണമെന്ന്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെ, അനുഭവങ്ങളെ, വ്യക്തികളെയൊക്കെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ പലരും നമ്മളെ കളിയാക്കും, പരിഹസിക്കും, നിന്ദിക്കും, മാറ്റി നിർത്തും. പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥന ദൈവത്തോട് ചേർന്ന് അനുഗ്രഹത്തിന്റെ ദാതാവിനെ വിളിക്കുന്ന പ്രാർത്ഥനയാണ്. 55-ാം സങ്കീർത്തനത്തില് 22-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ ഭാരപ്പെട്ട മനസ്സോടുകൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ മനസ്സിന്റെ ഭാരം, ജീവിതത്തിന്റെ ഭാരം, മക്കളെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കുറിച്ച്, അല്ലെങ്കിൽ കടബാധ്യതയായിരിക്കാം, രോഗത്തിൻ്റെതായിരിക്കാം, ഏതൊക്കെ ഭാരമുണ്ടോ അതൊക്കെ പ്രാർത്ഥനാ ജീവിതം തടസ്സമാണോ അതൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മെ കാക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. കാരണം 18-ാം വാക്യം പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൽ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അനേകർ എനിക്കെതിരെ അണിനിരക്കുന്നു, പക്ഷെ അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. ഈ ഒരു വിശ്വാസമാണ് ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തോടുള്ള നമ്മുടെ യുദ്ധം അത് ദൈവത്തോട് ചേർന്നുള്ള യുദ്ധമാണ്. അത് ദൈവമായ കർത്താവ് കാത്തുപാലിക്കും. കാരണം 16-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. വിശ്വസിക്കാം മക്കളെ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തിന്റെ ഒരു വരമായിട്ട് നമുക്ക് തരും, നമ്മുടെ കുടുംബത്തിനും അത് വരും തലമുറകൾക്ക് അനുഗ്രഹമായിട്ട്. ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, അത് തലമുറകളോളം നിലനിൽക്കുന്ന ഒന്നാണ്. വിശ്വസിക്കാം മക്കളെ, നിത്യസൂര്യനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ തളരാതെ, പതറാതെ, ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, സുപിതാന്റെ കരങ്ങളിലേക്ക്, തൃത്തേ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക്, ലോകമെമ്പാടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങള്, പ്രത്യേകിച്ച് വിശ്വാസ വരത്തിന് വേണ്ടി, പ്രാർത്ഥനാ വരത്തിന് വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.